ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിപ്പ് വീണ്ടും. കൊച്ചിയിൽ 2 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വൻതോതിൽ ലഹരി കച്ചവടം. കുറ്റകൃത്യങ്ങളുടെ ക്രൂരകൃത്യങ്ങളുടെ വിശദാംശങ്ങളുമായി കാക്കി. തിരുവനന്തപുരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വൻതോതിൽ MDMA കച്ചവടം നടത്തുന്നയാളെ പോലീസ് പിടികൂടി. ശ്രീനിവാസപുരം സ്വദേശി ഷിജുവാണ് അറസ്റ്റിലായത്. നേരത്തെ സമാന കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്നാണ് പോലീസിന് ഷിജുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇക്കഴിഞ്ഞ 14-നാണ് ചെറുന്നിയൂർ ശാസ്ത നട കുന്നിക്കോട് സ്വദേശി മനു എന്ന് വിളിക്കുന്ന മുകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിരന്തരം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഇയാൾ MDMA വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നു എന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ശ്രീനിവാസപുരം സ്വദേശി ഷിജുവിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. MDMA ചില്ലറ വിൽപ്പനക്കാരിലേക്ക് എത്തിക്കുന്നത് ഷിജുവാണെന്നാണ് കണ്ടെത്തൽ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതക ശ്രമം, അടിപിടി തുടങ്ങിയ നിരവധി കേസുകൾ പ്രതിയാണ് ഇയാൾ. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. മലപ്പുറം എടപ്പാളിൽ സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം. എടപ്പാൾ പൊന്നാനി റോഡിൽ സിനിമാ ചിത്രീകരണത്തിനിടെ പോലീസ് വേഷത്തിൽ നിന്ന ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പട്രോളിംഗ് ആണെന്ന് കരുതി ബ്രേക്ക് ചെയ്ത യുവാവിന്റെ ബൈക്ക് തന്നെയാണ് അപകടമുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം. ഷൈൻ ടോം ചാക്കോ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമാ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം. പോലീസ് വേഷത്തിലെത്തിയ ഷൈൻ ടോം ചാക്കോയെ കണ്ട് പെട്രോളിംഗ് ആണെന്ന് കരുതി ബ്രേക്ക് ചെയ്ത യുവാവിന്റെ ഇരുചക്രവാഹനം മറിഞ്ഞായിരുന്നു അപകടം നടന്നത്. നിസാര പരിക്കുകളോടെ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. ഷൈൻ ടോം ചാക്കോ തന്നെ ഓടിയെത്തി സഹായിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പ്രദേശത്ത് മഴ കൂടി പെയ്തതും അപകടത്തിന് കാരണമായി. ജനം, മലപ്പുറം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ മോഷണം. നെയ്യാറ്റിൻകര പുന്നക്കാട് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുറ്റിത്തുറന്ന് 10,000-ലധികം രൂപ കവർന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം. മോഷണം നടത്തിയത് ആസാം സ്വദേശി എന്നാണ് വിവരം. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. ബാലരാമപുരം പുന്നക്കാട് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് അസാം സ്വദേശി 15,000-ലേറെ രൂപ കവർന്നത്. ക്ഷേത്രത്തിലെ മുന്നിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചിയാണ് കുത്തിത്തുറന്നത്.
ക്ഷേത്രത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ കയറി ശ്രീകോവിലിന് മുന്നിൽ നിന്നും ഉപദേവതകളുടെ മുന്നിൽ നിന്നുമുള്ള കാണിക്കവഞ്ചി കുത്തിത്തുറന്നായിരുന്നു മോഷണം. നേരത്തെ പാറശാല പോലീസ് ഇയാൾക്കെതിരെ മോഷണക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. 50,000 രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ മോഷണം നടത്തിയ വകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 15,000 രൂപ കാണിക്കവഞ്ചി കുത്തിത്തുറന്നെടുത്തിട്ടുണ്ട്. നിലവിളക്കുകൾ തുടങ്ങിയ പൂജാ സാധനങ്ങളും മോഷണം പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ കൊണ്ട് അധ്യാപിക സഹപാഠിയുടെ ഛർദിൽ വാരിപ്പിച്ചതായി പരാതി. ഉടുമ്പൻചോലയ്ക്കടുത്ത് സ്ലീബാമലയിൽ പ്രവർത്തിക്കുന്ന LP സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി. അതിനിടെ സംഭവം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ 13-ാം തീയതിയാണ് പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. സ്കൂളിൽ കുട്ടിയുടെ സഹപാഠി പനിയും ശാരീരിക അസ്വസ്ഥതയും മൂലം ക്ലാസ്സിൽ ഛർദ്ദിച്ചു. ഇതേ തുടർന്ന് കുട്ടികളോട് മണൽ വാരി മൂടാൻ അധ്യാപിക ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് അധ്യാപിക തന്നോട് മാത്രമായി ഛർദ്ദിൽ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് 6.5 വയസ്സുകാരൻ പറയുന്നത്. ആവശ്യം നിരസിച്ചതോടെ ടീച്ചർ ദേഷ്യപ്പെടുകയും കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കോരി കളയിപ്പിക്കുകയുമായിരുന്നു. അവന്റെ കണ്ണല്ലാതെ മിസ്ത്രി കഴിഞ്ഞ അവൻ ഛർദ്ദിച്ചാണ്. ടീച്ചറിന്റെ കാലയിലും പിന്നെ മേശയിൽ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി മണൽ വാരി ഇട്ടു. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു ഈ കുട്ടീനെ കൊണ്ടുപോയി വാ എല്ലാം കരിപ്പിച്ചിട്ട് വരാൻ. എന്നിട്ട് ഞാൻ കരിപ്പിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എഴുതുമായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു ഏക്കാൻ. എന്നിട്ട് ഞാൻ ഏച്ചു. അങ്ങനെ ടീച്ചർ പറഞ്ഞു ഇത് വാരിക്കളയാൻ പറഞ്ഞു. അന്നേരം ടീച്ചർ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇത് വാരാൻ പറഞ്ഞു. ഞാനത് എടുത്ത് വാരിക്കൊണ്ട് കളഞ്ഞു. സഹപാഠികളായ കുട്ടികൾ സഹായിക്കാൻ തുനിഞ്ഞപ്പോൾ അധ്യാപിക തടയുകയും ചെയ്തെന്ന് ആരോപണമുണ്ട്. സംഭവത്തിന് ശേഷം കുട്ടി ഇക്കാര്യം വീട്ടിൽ അറിയിച്ചിരുന്നില്ല. അടുത്ത ദിവസം മറ്റൊരു സഹപാഠിയുടെ അമ്മയിൽ നിന്ന് വിവരം പറഞ്ഞ മാതാപിതാക്കൾ ഇക്കാര്യം പ്രധാന അധ്യാപികയെ അറിയിച്ചു. എന്നാൽ അവർ അധ്യാപികയ്ക്ക് താക്കീത് നൽകുന്നതിൽ മാത്രം നടപടി ഒതുക്കിയെന്നും പരാതിയിൽ പറയുന്നു. പിന്നാലെയാണ് കുട്ടിയുടെ അമ്മ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർക്കും പോലീസിനും പരാതി നൽകിയത്. സംഭവത്തിന് പിന്നാലെ കുട്ടി മാനസികമായി തളർന്നെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കുട്ടികളുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. കുഞ്ഞിനെ കൊണ്ട് ഇത് കോരിക്കാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ നടപടികളെല്ലാം ഈ നിയമ നടപടികളെല്ലാം അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. 24-ാം തീയതി മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ക്യാഷുമായിട്ടാണ് വന്നത്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്ത് വേണേലും ചെയ്യാം, ക്യാഷ് പോക്കറ്റിലുണ്ട്, അതുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി എത്ര രൂപ വേണേലും തരാം, എത്ര പൈസ വേണേലും തരാം, എന്ത് വേണേലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വേണ്ടത് എൻ്റെ വീട്ടിൽ റേഷനരിയും മുളക് പൊട്ടിച്ച ഉള്ളെങ്കിൽ ഞാൻ അത് കൂട്ടി കഴിച്ചോളാം, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, എനിക്ക് വേണ്ടത് നിയമത്തിൻ്റെ ഒരു ആനുകൂല്യമായിരുന്നു, എൻ്റെ കുഞ്ഞിന് നീതിയായിരുന്നു, നിങ്ങളത് തന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് സാധ്യമായ വഴി കൂടെ എല്ലാം ഞാൻ പോയെന്ന് പറഞ്ഞു. കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം കുട്ടികൾ സ്വന്തം താല്പര്യപ്രകാരമാണ് ഛർദിൽ മണലിട്ട ശേഷം കോരി മാറ്റിയതെന്നും ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൈവശമുണ്ടെന്നുമാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. ജനം, ഇടുക്കി. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടിപ്പ് വീണ്ടും. കൊച്ചിയിൽ 2 പേർ അറസ്റ്റിലായി. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മൂസിൽ, മിസ്ഹാബ് എന്നിവരാണ് പിടിയിലായത്.
കാക്കനാട് സ്വദേശിയിൽ നിന്ന് 4 കോടി രൂപയാണ് സംഘം തട്ടിയെടുത്തത്. തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുകയാണ്. കൊച്ചി സൈബർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കാക്കനാട് സ്വദേശിയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിരുന്നതെങ്കിൽ മലയാളികളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുന്നതായാണ് ഇവരുടെ അറസ്റ്റ് വ്യക്തമാക്കുന്നത്. ഫോണിലേക്ക് വിളിച്ച് നിയമവിരുദ്ധമായ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസ് എന്ന വ്യാജേന പണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അറസ്റ്റിലായവർക്ക് മറ്റ് തട്ടിപ്പുകളിൽ പങ്കാളിത്തമുണ്ടോ എന്നും സംശയമുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു തട്ടിപ്പ് കോളുകളെല്ലാം വന്നിരുന്നത്. ഇരയാകുന്നവരിൽ അധികവും മലയാളികളുമായിരുന്നു. വ്യക്തികളിൽ നിന്ന് 20 കോടിയിലധികം രൂപ തട്ടിയെടുത്തതിന്റെ പരാതികൾ ഇതുവരെ കൊച്ചി പോലീസിന് മാത്രം ലഭിച്ചിട്ടുണ്ട്. ആകെ 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വ്യാജ ആപ്പുകൾ, വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പുകൾ വഴിയും ED, കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളുടെ പേരിലും പണം തട്ടിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ പേരിൽ വിളിച്ച കോൾ വിശ്വസിച്ച IT കമ്പനി ഉടമയ്ക്ക് 7 കോടി രൂപ നഷ്ടപ്പെട്ടിരുന്നു. വിദ്യാസമ്പന്നർ തന്നെയാണ് തട്ടിപ്പുകൾക്ക് കൂടുതലായും ഇരകളാകുന്നതും. ജനം, കൊച്ചി. എറണാകുളത്തിന്റെ ഉറക്കം കെടുത്തി 2 ഇടങ്ങളിൽ അഗ്നിബാധ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിലും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷന് സമീപത്തെ ആക്രി ഗോഡൌണിലുമാണ് തീപിടുത്തമുണ്ടായത്. 4 മണിക്കൂറിലേറെ സമയമെടുത്താണ് അഗ്നിശമന സേന 2ഇടത്തെയും തീ അണച്ചത്. ആളപായമില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആക്രി ഗോഡൌണിലും തീപിടുത്തമുണ്ടായത്. ആക്രി ഗോഡൌണിന് സമീപം താമസിക്കുന്ന സജീവ് തീ ഉയരുന്നത് കണ്ട് അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഈ സമയം ഗോഡൌണിനുള്ളിലുണ്ടായിരുന്ന 8 തൊഴിലാളികളെയും പുറത്തെത്തിച്ചു. ആക്രി സാധനങ്ങൾ കത്തിയതുമൂലമുണ്ടായ വിഷപ്പുകയും ഫയർ എഞ്ചിൻ കയറ്റുന്നതിനുള്ള സ്ഥലപരിമിതിയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. 10 സ്റ്റേഷനുകളിൽ നിന്നെത്തിച്ച 15 അഗ്നിശമന വാഹനങ്ങളും 200-ലധികം ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നു. നമുക്ക് പ്രധാനമായിട്ടും അവിടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ആക്സസിൻ്റെ ഒരു വിഷയമുണ്ട്. വാഹനങ്ങൾ എത്തിപ്പെടുന്നുള്ള ആക്സസിൻ്റെ വിഷയമുണ്ട്. പക്ഷേ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഫ്ലൈ ഓവറിൽ വാഹനം നിർത്തിക്കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ കവേഡാണ്. കവേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വാട്ടർ നമുക്ക് ജെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ഷീറ്റുകളെല്ലാം മാറ്റിക്കൊണ്ടാണ് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. മൂന്നാമത്തെ വിഷയം തൊട്ടടുത്ത് റെയിൽവേ ലൈനുണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ടാസ്ക് ആയിരുന്നു. ഇല്ല, സമീപത്ത് 2 ലോഡ്ജിലുണ്ടായിരുന്നു. ആ ലോഡ്ജിലുള്ള ആൾക്കാർ നമ്മൾ 10ഓളം ഫാമിലീസ് ഉണ്ടെന്ന് അവർ ഇനിഷ്യൽ സ്റ്റേജിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോഡ്ജിലേക്ക് ഫയർ ഫൈറ്റ് എത്താതെ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. 2.5 മണിക്കൂറിലധികം നമ്മൾ ട്രെയിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ റോഡും ബ്ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. തീപിടുത്തമുണ്ടായത് റെയിൽവേ ട്രാക്കിനരികിലായിരുന്നതിനാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 2.5 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തീപിടുത്തത്തിൽ 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. നഷ്ടം ഒരു 15 ലക്ഷം രൂപയുടെ പ്ലാസ്റ്റിക് മൊത്തം കത്തിപ്പോയിട്ടുണ്ട്. ഇവിടെ നഗരത്തിലുള്ള വന്ന പേപ്പറുകളും അതുപോലെ പ്ലാസ്റ്റിക് അത് കിറ്റുകളെല്ലാം വേറെ സാധനമൊന്നുമില്ല. ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സാധനമൊന്നുമില്ല. ഇപ്പം എൻ്റെ കട ബാക്ക് വശത്താണ് തീ പിടിച്ച് വരുന്നത്. അതിൽ ഇവൻ്റെ കട ഇവിടെ നിന്ന് കത്തിയിട്ടൊന്നുമില്ല. അവിടെ എനിക്ക് വയറൊന്നുമില്ല, വയറിങ്ങിൻ്റെ പണിയൊന്നും ചെയ്താൽ ഞാൻ ചെയ്തിട്ടില്ല. പറമ്പ് വാടക കയറി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി മാത്രം എടുക്കണം. അവിടെ നിന്ന് കത്തി പിടിച്ച് വർഷാപ്പൻ അജി എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് വന്നതാണ്. എനിക്ക് മൊത്തം 20 പേരുണ്ട്. നെടുമ്പാശ്ശേരിയിൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായത്. 130 മുറികളുള്ള ഹോട്ടലായിരുന്നു ഇത്. താമസക്കാരെയെല്ലാം ഒഴിപ്പിക്കുന്നതിനിടെ മുറിയിൽ കുടുങ്ങിയ യുവതിയെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം കോവേണിയിലൂടെ അഗ്നിശമന സേന പുറത്തിറക്കുകയായിരുന്നു. 2ഇടത്തും ആർക്കും പരിക്കുകളില്ല. അഗ്നിബാധ ഉണ്ടായത് എങ്ങനെയെന്നതിലും സ്ഥിരീകരണം വൈകുകയാണ്. ജനം, കൊച്ചി.
ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരാവസ്ഥയിലായി മരിച്ച പഴവീട് സ്വദേശി ആശാ ശരത്തിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം എങ്ങും എത്തിയില്ല. ആശ മരിച്ച് 1 വർഷത്തോടടുക്കുമ്പോഴും ഫോറൻസിക് റിപ്പോർട്ടിനായി ആശുപത്രിയിൽ കയറിയിറങ്ങുകയാണ് കുടുംബം. അധികൃതരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല എന്ന് കുടുംബം പറയുന്നു. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവം നിർത്താനുള്ള ലാപ്രോസ്കോപ്പിക്കിടെ കഴിഞ്ഞ ജനുവരി 20-നാണ് പഴവീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശ മരിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരാവസ്ഥയിലായ ആശയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം മരിച്ചു. ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവാണ് ആശയുടെ മരണകാരണമെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആശ മരിച്ച് 1 വർഷത്തോടടുക്കുമ്പോഴും ഒരന്വേഷണവും നടന്നിട്ടില്ല. ആശയുടെ ഫോറൻസിക് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ലഭിച്ചുവെന്നും വിദഗ്ധ സമിതി യോഗം ചേരാത്തതിനാൽ ബന്ധുക്കൾക്ക് നൽകാൻ കഴിയില്ലെന്നും അധികൃതർ അറിയിച്ചതായി കുടുംബം പറയുന്നു. നമുക്ക് നീതി കിട്ടുമെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് സംശയമായി വരുന്നിരിക്കുകയാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ ഫോറൻസിക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അത് ഞാൻ പല പ്രാവശ്യം അന്വേഷിച്ചപ്പോഴും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം ഈ മാസം അവസാനം ഇടയ്ക്ക് വെച്ച് ഞാൻ 15-ാം തീയതി ചെന്നപ്പോഴത്തേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു മീറ്റിങ്ങൊക്കെ കൂടിയ ശേഷം മാത്രമേ അത് നിങ്ങളായി കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങളത് കൊടുക്കേണ്ടവർ കൊടുക്കും എന്നാണ് DMO ഓഫീസിൽ അന്വേഷിച്ചാൽ പറയാൻ സാധിക്കും. ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് ആശയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടും വിദഗ്ധ സമിതി യോഗം ചേരാത്തതിൽ ദുരൂഹതയുണ്ട്. എന്താണെന്നറിയാൻ റിസൾട്ട് വന്നിട്ട് ഇതുവരെ അവരത് മീറ്റിംഗ് കൂടാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അതിനകത്ത് എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് ഞങ്ങൾ സംശയിക്കണം. ശസ്ത്രക്രിയയ്ക്കിടയിൽ സങ്കീർണതകളുണ്ടായെന്നും അത് ഹൃദയാഘാതത്തിന് കാരണമായി എന്നുമായിരുന്നു ആശയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ ആ സങ്കീർണതകൾ എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് അത്തരം സങ്കീർണതയിലേക്ക് എത്തിയതെന്നും അന്വേഷിച്ച് ഇപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ആശയുടെ ഭർത്താവ് ശരത്തും വൃദ്ധ മാതാപിതാക്കളും. നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ. പത്തനംതിട്ട കലഞ്ഞൂരിൽ രോഗിയുമായി പോയ ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 2 വാഹനങ്ങളിലും ഉണ്ടായിരുന്ന 8 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും രോഗിയുമായി പോയ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ സ്കൂൾ ജംഗ്ഷനിൽ രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ആംബുലൻസുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ രോഗിയും ഡ്രൈവറും ഉൾപ്പെടെ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർക്ക് 3 പേർക്കും KSRTC ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്കും പരിക്കേറ്റു. കൂട്ടിയിടിയിൽ 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ബസ് ഫുട്പാത്തിലെ വേലിയിലേക്കും പോസ്റ്റിലേക്കും ഇടിച്ചു കയറി. പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്കിഡായിട്ട് മഴയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് സ്കിഡായിട്ട് ചിലപ്പം 2 വണ്ടിയും കിട്ടി കാണത്തില്ല. ഈ വണ്ടിയുടെ സൈഡിൽ ഇടിച്ചിട്ട് 2ഉം തെന്നിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ പുറകിരുന്ന രോഗിയുടെ കൂടെ ഇരുന്ന സ്ത്രീ ആംബുലൻസിൽ നിന്ന് തെറിച്ച് പുറത്തോട്ട് വീഴുന്ന കണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ആംബുലൻസ് അങ്ങോട്ട് മാറ്റിയിട്ടത്. ഇതിനകത്തൊരു മൊത്തത്തിൽ 9 പേരുണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ EMS ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയേക്കുന്നത്, ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും നില ഗുരുതരമൊന്നുമല്ല. സ്ഥിരം അപകട മേഖലയാണ് കലഞ്ഞൂർ സ്കൂൾ ജംഗ്ഷൻ എന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും ഈ ഭാഗത്തെ വളവുമാണ് അപകടക്കിണിയായി മാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സിഗ്നൽ ലൈറ്റ് ഇല്ല, ഒരു ബ്രേക്കർ ഇവിടെ വെച്ചിട്ടില്ല. അപ്പം പലതരത്തിലും പരിശോധിച്ച് കഴിഞ്ഞാൽ റോഡിന്റെ വളവും ഈ സ്കൂളിന്റെ സ്ഥിതിയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും ക്രെയിൻ ഉപയോഗിച്ച് സ്ഥലത്തു നിന്ന് മാറ്റി. ജനം, പത്തനംതിട്ട.
പ്രതിശ്രുത വധുവിനെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശി പ്രണവിനെയാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. വിവാഹ നിശ്ചയത്തിന് ശേഷം ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങൾക്കിടയിൽ പലതവണ പ്രണവ് പീഡിപ്പിച്ചുവെന്ന് ബേപ്പൂർ സ്വദേശിയായ യുവതി മാറാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ബോക്സിംഗ് ക്ലാസ് നടത്തുന്ന കെട്ടിടത്തിലും യുവാവിൻ്റെ വീട്ടിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നിശ്ചയത്തിന് ശേഷം പ്രണവ് വിവാഹത്തിന് പിന്മാറിയതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്.